പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോണവും രണ്ടു ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്തെ എപ്പോഴും ഓർക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പലപ്പോഴും ദൈവം നമുക്ക് വരം നൽകിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ നാം ആയിരിക്കുന്നു. എന്നാൽ ദൈവചിന്തകൾ എപ്പോഴാണ് നമുക്കുണ്ടാകുക? കഷ്ടതകളുണ്ടാകുമ്പോഴാണോ? അതെയോ സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുമ്പോഴാണ്? ദൈവത്തോട് അടുക്കണമെന്നും ദൈവത്തോട് സംസാരിക്കണമെന്നും പലർക്കും എപ്പോഴും ആഗ്രഹമുണ്ട്. എന്നാൽ വല്ലപ്പോഴും ആഗ്രഹമുള്ള ആളുകളുമുണ്ട്. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 18 വേഴ്സ് 1, വിശുദ്ധ ലൂക്ക അല്ലെങ്കിൽ ലൂക്കോസ് 18:1 എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അവിടെ നമ്മോട് അറിയിക്കുന്നുണ്ട്. ശിഷ്യന്മാർ കൂടെ നടക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറയുന്നുണ്ട്. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നുണ്ട്. തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് തന്നെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ച് വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രഭാഷണമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നാം ഇത് കാണുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൽ എവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് 6-ാം അധ്യായം 5-6 വചനങ്ങളിൽ നമ്മെ അറിയിക്കുന്നുണ്ട്. മറ്റുള്ളവർ കാണപ്പെടുവാൻ വേണ്ടി മനുഷ്യരെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കല്ല ദൈവം ഇഷ്ടപ്പെടുന്നത് എന്നവിടെ നമ്മെ അറിയിക്കുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരാൽ കാണപ്പെടുവാൻ വേണ്ടി സംഘാലയങ്ങളിലും തെരുക്കോണ്ടുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്ന കപടഭക്തരെ പോലെ ആകരുത്. അവരുടെ പ്രതിഫലം അവർക്ക് കിട്ടിക്കഴിഞ്ഞുവെന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. നീയാകട്ടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉൾമുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി സ്ഥിതി ചെയ്യുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പരസ്യമായി പ്രതിഫലം തരും. ഇത് രഹസ്യ പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നതാണ്. നമുക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തോട് ഒരു പേഴ്സണൽ പ്രയർ ഉണ്ടാകണം. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിന്റെ ദൈവത്തോട് കൂടെ വെറുതെ ഇരുന്നാലെങ്കിലും മതി. അവിടത്തോട് നാം പല കാര്യങ്ങളും ഹൃദയം പകർന്നുവെങ്കിലും ദൈവം ഒന്നും സംസാരിച്ചില്ല എന്ന് വരും. ദൈവവചനം ധ്യാനിക്കാനും സംഗ്രഹിക്കാനും ഇടയാകുമ്പോൾ ദൈവം വചനത്തിലൂടെ നമ്മോട് സംഭാഷണം നടത്തിയെന്ന് വരാം. ഏതുതന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പേഴ്സണൽ പ്രയർ 1 മണിക്കൂർ ഉണ്ടായിരിക്കണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. മത്തായി 26, 36, 46 വചനങ്ങളിൽ മത്തായി 26-ാം അധ്യായം 36 മുതൽ 46 കർത്താവ് ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ 1 മണിക്കൂർ നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കണമെന്ന് പറയുകയാണ്. അവിടെ കർത്താവിൻ്റെ പ്രാർത്ഥന വളരെ മെൻ്റൽ ആഗണി ഉള്ളതായിരുന്നു. വളരെയേറെ ത്യാഗം സഹിച്ചിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു. വിയർപ്പെല്ലാം രക്തക്കണങ്ങളായി വീഴുന്ന പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എന്താണ് കാര്യം, എന്താണ് അതിനുള്ള ഒരു സാങ്കത്യം എന്ന് നാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ജെറൂസലേമിൽ വിശുദ്ധ നാട്ടിൽ സന്ദർശനം നടത്തിയാൽ കാണാൻ സാധിക്കും. ഇന്നും ഗെത്സമൻ തോട്ടം നമുക്ക് അത് വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ലോകം മുഴുവനും വേണ്ടി പാപം ഏറ്റെടുത്ത് അത് പരിഹരിക്കുവാനായിട്ട് അത്രമാത്രം വേദനയോടും ത്യാഗത്തോടും കൂടെ പ്രാർത്ഥിക്കുന്ന ദൈവപുത്രനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹീബ്രൂസ് 5, 7, 8 വചനങ്ങളിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. മെശിഹ ശരീരം ധരിച്ചിരുന്ന കാലത്ത് മരണത്തിൽ നിന്നും തന്നെ രക്ഷിപ്പാൻ കഴിവുള്ളവന് പ്രാർത്ഥനയും അപേക്ഷയും ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ സമർപ്പിച്ചു. തൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുകയും ചെയ്തു. താൻ ദൈവത്തിൻ്റെ പുത്രനായിരുന്നിട്ടും ഭയവും അനുഭവിച്ച കഷ്ടതകൾ നിമിത്തവും അനുസരണം പഠിച്ചു. ഓർക്കുക,
ദൈവപുത്രൻ നമുക്ക് നല്ല മാതൃകയാണ് നൽകിയിരിക്കുന്നത്. നാം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം. പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? ദൈവത്തോടാണ്. ആരാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ മകനും മകളുമാണ്. നാം ദൈവപുത്രനാണോ ദൈവപുത്രിയാണോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായും നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം ദൈവം എന്ത് തന്നു എന്ത് തന്നില്ല എന്നുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രാർത്ഥനയുടെ അനുഭവം നമുക്കുണ്ടായിരിക്കണം. നാം ദൈവപുത്രനാണോ ദൈവപുത്രിയാണോ എന്ന് ദൈവം തന്നെ നമ്മോട് അരുളി ചെയ്യുന്ന ഒരു നിമിഷമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 15-16 വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കും. നാം ദൈവപുത്രനാണ് ദൈവപുത്രിയാണ്. ആ നിമിഷം മുതലാണ് നാം യഥാർത്ഥത്തിൽ ബോധ്യമുള്ളവരായി ദൈവമകനും മകളുമായി നിലനിർത്തപ്പെടുന്നത്. ഇപ്രകാരം നമുക്കത് വായിക്കാൻ സാധിക്കും. റോമാലേഖനം 8:15-16. വീണ്ടും ഭയത്തിനായി അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നത്, പിന്നെയോ ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെ അത്രേ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നാം മക്കളാകുന്നു എങ്കിലോ നാം അവകാശികൾ, ദൈവത്തിൻ്റെ അവകാശികൾ, യേശു മിശിഹായുടെ കൂട്ടവകാശികളും ആകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവമകനും ദൈവമകളുമായി നാം ബോധ്യമുള്ളവരായി തീരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സംസാരിക്കുന്ന ഒരു നാഴിക മുതലാണ്. അപ്പോൾ പലപ്പോഴും ഇത് ലഭിച്ചിട്ടുള്ളവരുണ്ട്, പലപ്പോഴും ഇങ്ങനെ ലഭിക്കാത്തവരുമുണ്ട്. എപ്രകാരമാണെങ്കിലും ദൈവം നമ്മെ വിളിച്ചതുകൊണ്ടാണ് നാം ദൈവത്തെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്. നമ്മെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ 15:16 പറയുന്നുണ്ട്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നിങ്ങളെ ഞാൻ നിയമിച്ചു എന്ന് പറയാം. ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ട്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കുവാനായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടും എപ്പോഴും നമുക്ക് ഇടയാകണം. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കൾ വചനലംഘനത്താൽ വീണുപോയി. അവരുടെ മക്കളായിരിക്കുന്ന ലോകം മുഴുവനും ആയിരിക്കുന്ന ജനതകൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അപ്പോസ്തല പ്രവർത്തനം 17:26 ഒരേ ഒരു രക്തത്തിൽ നിന്ന് ദൈവം എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. എല്ലാവരും എല്ലാ സ്ഥലത്തും മനസാന്തരപ്പെടണമെന്നും അവിടെ നിന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 17:30-31. അപ്പോൾ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു. എല്ലാവർക്കുമായിട്ടാണ് അവിടെ നിന്ന് ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്നത്. പ്രാർത്ഥിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ വന്നു ചേർന്നിരിക്കുന്ന വീഴ്ച വഴി ഉണ്ടായിരിക്കുന്ന തടസ്സത്തെ, പാപത്തെ, പാപത്തിൻ്റെ പിറകിലിരിക്കുന്ന പൈശാചിക ശക്തിയെ, തിന്മയുടെ വ്യക്തിത്വത്തെ നമ്മിൽ നിന്ന് നീക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ബോധ്യം കിട്ടിയാൽ പ്രാർത്ഥന നാം നിർത്തില്ല. പ്രാർത്ഥന എപ്പോഴാണ് നിർത്താതിരിക്കുന്നത്? നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്ന ചിന്തകൾ, നമ്മെ അകറ്റിക്കൊണ്ടു പോകുന്ന സംസാരങ്ങൾ, നമ്മെ അകറ്റിക്കൊണ്ടു പോകുന്ന പ്രവർത്തനങ്ങൾ, അതിലേക്ക് നമ്മെ വലിച്ചുകൊണ്ടു പോകുന്ന തിന്മയുടെ ശക്തി ഈ ലോകത്തുണ്ടെന്ന് നാം ഗ്രഹിക്കുമ്പോഴാണ് എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു ഉൾവിളി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. ആ ബോധ്യം നമുക്ക് ലഭിച്ചാൽ എപ്പോഴും നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ ലോകം ദൈവ മകളെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. എന്നാൽ ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മുഖം വഹിക്കുവാനായിട്ട്. ദൈവരാജ്യം ലോകത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ നാം അതിൻ്റെ ഭാഗഭാക്കുകളായി നിലകൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്ത് വ്യാപരിപ്പിക്കുവാൻ നമ്മെ ദൈവം ദൗത്യം നൽകി അയച്ചിരിക്കുന്ന ദൈവ പൈതലാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് എപ്പോഴും ആ ബോധ്യം ഉണ്ടാകുക. കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ, കർത്തൃപ്രാർത്ഥനയിൽ നമ്മെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. അത് വിശുദ്ധ മത്തായി 6-ാം അധ്യായത്തിൽ അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വചനത്തിലും സെയിൻറ്റ് ലൂക്ക് 11-ാം അധ്യായത്തിൽ
വിശുദ്ധ ലൂക്കോസ് 11:2 മുതൽ 4 വരെയുള്ള വചനങ്ങളിലുമാണ് നാം കാണുക. ഇങ്ങനെ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുമ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഇവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. നമ്മളിങ്ങനെ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ സ്വർഗത്തിൽ എന്താണോ ഇഷ്ടം അത് ഭൂമിയിൽ എൻ്റെ ജീവിതത്തിലൂടെ ആക്കി വെക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന കൊണ്ട് തന്നെ സ്വർഗം ഭൂമിയിൽ നാം വഴി യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന എപ്പോഴും നാം ചൊല്ലുന്നത്, രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ ചൊല്ലുന്നത് അതുകൊണ്ടാണ്. അവിടെ എല്ലാ കാര്യങ്ങളും, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം പ്രാർത്ഥന ഉൾക്കൊണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് മടുപ്പ് തോന്നാറുണ്ട്. തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ, വിശുദ്ധമത്തായി 6:7-8, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ ജൽപ്പിക്കരുത്, എന്നാൽ അതിഭാഷണത്താലാണ് ശ്രദ്ധിക്കപ്പെടുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ അവരോട് സാമ്യപ്പെടരുത്, എന്തെന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് നിങ്ങളുടെ പിതാവ് അറിയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ അനേക കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ സ്തുതിപ്പുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ കൃതജ്ഞത അറിയിക്കുന്നുണ്ട്, നന്ദി അറിയിക്കുന്നുണ്ട്, ദൈവം തന്ന നന്മകളെ ഓർത്ത് നന്ദി അറിയിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ ആവശ്യങ്ങൾ അറിയിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ പാപങ്ങൾ സമർപ്പിക്കുന്നുണ്ട്, ഭാരങ്ങൾ സമർപ്പിക്കുന്നുണ്ട്, രോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സമർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മിൽ നിന്ന് വേർപെട്ട ദൈവസന്നിധിയിലിരിക്കുന്ന വാങ്ങിപ്പോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥനയിൽ അനേക കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ദൈവം പ്രാർത്ഥന കേട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു പുത്രനെ, ഒരു പുത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചോ എന്നുള്ളതാണ്. ദൈവത്തോട് കൂടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. നാം ആവശ്യപ്പെട്ടിട്ടാണോ നമുക്ക് കുറവുകളില്ലാത്ത ശരീരം നൽകപ്പെട്ടത്? നമുക്ക് ഈ ശരീരം മാത്രമല്ല, ഹൃദയം, മനസ്സ്, ആത്മാവ് ഇതെല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്. നാം ആവശ്യപ്പെട്ടിട്ടല്ല ഇപ്രകാരം ഒരനുഭവത്തിലേക്ക് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മിലുള്ള കുറവുകളെ ഓർത്തിട്ടാണ് പലപ്പോഴും പലരും ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചൊന്നും നൽകിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തി, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല. പക്ഷേ അപകടം എവിടെയാണ്? ദൈവം നമ്മെ വിളിക്കുകയും വേർതിരിക്കുകയും തൻ്റെ ജീവൻ കൊടുത്ത് നമ്മെ മേടിച്ചത് പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നാണ്, അല്ലെ പിശാചിൽ നിന്ന് നമ്മെ പിടിച്ചതാണ്, നമ്മെ വേർതിരിച്ചതാണ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, അവിടുത്തെ പ്രാർത്ഥന വഴിയായിട്ടാണ്. പത്രോസ്ലീഹായെ തന്നെ എത്ര ദാഹത്തോടു കൂടിയാണ് കർത്താവ് വിശ്വാസം കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രാർത്ഥിച്ച് യഥാസ്ഥാനപ്പെടുത്തിയത്. ശമോനെ, സാത്താൻ നിന്നെ ഗോതമ്പിനെ എന്ന പോലെ പാറ്റുവാൻ കൽപ്പന ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം കുറഞ്ഞു പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പത്രോസ്ലീഹയ്ക്ക് വേണ്ടി കർത്താവ് അതിശക്തമായി പ്രാർത്ഥിച്ചതോടാണ് പത്രോസ്ലീഹ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ചൈതന്യം തരണമേ എന്ന് എപ്പോഴും ആഗ്രഹിക്കാനായിട്ടിടയാണ്. അത് അശുദ്ധ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഒരു വലിയ അനുഭവമായി നാം ഫീൽ ചെയ്യുകയാണെങ്കിൽ, നാം എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ പ്രാർത്ഥന നിർത്തില്ല. അത് ജോലിയിലാണെങ്കിലും, ദൈവാലയത്തിലാണെങ്കിലും, വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും, ഈ ലോകത്തിലെ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. ആ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിക്കാൻ വേണ്ടിയാണ്, ദൈവത്തോടുള്ള സംസർഗത്തിൽ ആയിരിക്കാൻ വേണ്ടിയാണ്. അത് പ്രാർത്ഥന മധുരമായി അനുഭവിക്കുവാനായിട്ട് മനുഷ്യന് സാധിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിരസത വരാറുണ്ട്. ശ്രീക്കൂസോ, മരവിപ്പ്. ശ്രീക്കൂസോ എന്ന് പറഞ്ഞാൽ വ്യർത്ഥത, സുറിയാനിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്രകാരമുള്ള അവസ്ഥകളിലൂടെ എല്ലാം ഈ ലോകത്തിൽ വർത്തിക്കുമ്പോൾ നാം കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ജീവൻ ലഭിക്കും, പ്രത്യാശ ലഭിക്കും, സ്നേഹം ലഭിക്കും, കൃപ ലഭിക്കും,
അനേകം നൽവരങ്ങൾ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങൾ ലഭിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അനേക രഹസ്യങ്ങൾ ദൈവരാജ്യത്തെ സംബന്ധിച്ച് ഈ ലോകത്തിലായിരിക്കുന്ന നമുക്ക് പ്രാപിക്കുവാനും ഈ ലോകത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ദൈവരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ കുടുംബ അംഗങ്ങളിലൂടെയൊക്കെ പ്രതിനിധാനം ചെയ്യുവാനാണ് സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോടൊത്തുള്ള ഒരു സഞ്ചാരമാണ്, ദൈവത്തോടൊത്തുള്ള ഒരു സംസർഗമാണ്, ദൈവത്തോടൊത്തുള്ള സംഭാഷണമാണ്, ദൈവത്തിൻ്റെ മിഷൻ വഹിക്കുവാനുള്ള ആ ഉത്തരവാദിത്വ ബോധമാണ്. പ്രാർത്ഥിക്കുന്നത് വഴിയായി കൂടുതൽ ചൈതന്യം പ്രാപിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം സംഗതിയാക്കുന്ന ഒന്നാണ്. പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള അനേകം പേര് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 17-18 വചനങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷക്കാലം മഴ പെയ്തില്ല. പിന്നെയും അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും മഴ പെയ്തു. അദ്ദേഹം നമ്മെപ്പോലെ വികാരമുള്ള സമസ്വഭാവമുള്ള മനുഷ്യനാണ്. എന്നാൽ ദൈവത്തോടൊത്ത് ദൈവത്തിൻ്റെ ആത്മാവിലിരുന്ന് പ്രാർത്ഥന നടത്തിയപ്പോൾ വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. യാക്കോബ് 5:13-16 വരെയുള്ള വചനങ്ങളിൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസത്തിൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ, പിതാവാം ദൈവത്തിലുള്ള വിശ്വാസത്തിൽ, പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും അത്ഭുതങ്ങൾ, രോഗസൗഖ്യം ഇതൊക്കെ പ്രാപിക്കുവാനായിട്ട് ഇടയാകും. നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ പരിഹരിക്കുന്ന ഒരനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പസ്തോലിക സഭകളെല്ലാം യാമപ്രാർത്ഥനകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. 7 നേരം 7 യാമം പ്രാർത്ഥിക്കണം. ആ യാമപ്രാർത്ഥനയെ സംബന്ധിച്ചെല്ലാം നാം ബോധ്യമുള്ളവരാണ്. എന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടെന്ന് നമുക്കെപ്പോഴും ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അതാണ് ചോദ്യം. അപ്പോൾ ദൈവരാജ്യം നിലകൊള്ളുവാനും ദൈവവചനം സംഗ്രഹിക്കുവാനും ദൈവത്തിൻ്റെ ജീവൻ നിലനിർത്തുവാനും ഒക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ അനേക ആവശ്യങ്ങൾ നമുക്കുണ്ട്. 1 കൊരിന്ത്യർ 15-19 ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നാം മറ്റ് സർവ്വ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണെന്ന് പരിശുദ്ധനായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതുന്നുണ്ട്. അതായത് പ്രോസ്പെരിറ്റി ഗോസ്പൽ, അഭിവൃദ്ധിയുടെ സുവിശേഷത്തിൽ അനേകം പേര് ആകർഷിക്കപ്പെടുന്നുണ്ട്. ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്തു തരുന്നില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന നിർത്തുന്നു. എന്നാൽ പ്രാർത്ഥന ദൈവത്തോടൊത്തുള്ള സംസർഗമാണ്, എന്നേക്കുമുള്ള വ്യക്തിപരമായ ബന്ധമാണ്, സംസർഗമാണ്, നിത്യജീവൻ്റെ അനുഭവമാണ് പ്രാർത്ഥിക്കുന്നത് വഴി പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതൊരുവനെ നിശ്ചയമായും തൃപ്തിയുള്ളവനാക്കി മാറ്റും. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തി ഉള്ള ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. പീഡാനുഭവവാരത്തിൽ നാം കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാണ്. കുമ്പിട്ട് പ്രാർത്ഥിക്കും, കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും. എന്തിനാണ് ഇപ്രകാരം കൂടുതൽ ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം കരുണ ചെയ്യുവാനും നമ്മുടെ ജീവിതത്തിൽ വന്ന പാപം വഴിയായിട്ടുള്ള പൈശാചിക ബന്ധനങ്ങളെ നീക്കിക്കളയുവാനും ഒക്കെ ആയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. 1 തീമോത്തിയോസ് 2:8 ഇങ്ങനെ പറയുന്നുണ്ട്, പുരുഷന്മാർ എല്ലാ സ്ഥലത്തും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം, കോപവും അന്യവിചാരവും കൂടാതെ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിൽ ധ്യാനിച്ച്, പരിശുദ്ധ കുർബാനയെ ധ്യാനിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അശുദ്ധ ശക്തി നമ്മിൽ നിന്ന് മാറിപ്പോകുവാനായിട്ടിടയാവുകയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പാപം വഴി വന്നിരിക്കുന്ന ബന്ധനങ്ങൾ അകന്നു പോകുവാനായിട്ടിടയാവും. വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ചും കുമ്പിട്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ചൈതന്യം ഉൾക്കൊള്ളുവാനായിട്ട് ഇടയാകും എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് 17:8-16 വരെയുള്ള വചനങ്ങളിൽ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ ജയിച്ചു, മോശയുടെ കരം താഴ്ന്നു പോയപ്പോൾ ഇസ്രായേൽ തോറ്റു എന്ന് നാം വായിക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥന ഒരു ഹരമായി, ജീവനായി കൊണ്ടു നടക്കുമ്പോൾ ദൈവം നമ്മിൽ പ്രീതിപ്പെടുകയും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള സമയത്ത് നമുക്ക് മറുപടി നൽകുകയും ചെയ്യും എന്നുള്ളത് നിത്യമായ ഒരു സത്യമാണ്. വചനം സംഗ്രഹിക്കുവാനായിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് സാധിക്കണം. നല്ല പ്രാർത്ഥന നടത്തുമ്പോൾ ദൈവവചനം സംഗ്രഹിക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാകണം. ദൈവവചനം സംഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ശക്തി കൂട്ടുകയാണ്.
അശുദ്ധ ശക്തിയോടുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ നാം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ അനേകം പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുവാൻ വേണ്ടിയുള്ള മധ്യസ്ഥതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് അപ്പോഴാണ് ദൈവം നമുക്ക് വലിയ കൃപ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന അത് ഒരു അനുഗ്രഹമാക്കി നിലനിർത്തുവാനായിട്ട് നമുക്ക് എപ്പോഴും ഇടയാകണം. പ്രാർത്ഥന മനുഷ്യന് എപ്പോഴും വിജയിക്കുവാനായിട്ട് സാധിക്കും. പ്രയർഫുൾ മാൻ ഈസ് പവർഫുൾ. അതുകൊണ്ട് പ്രാർത്ഥന ശക്തിയാണ്, പ്രയർ ഈസ് പവർ. പ്രാർത്ഥന ശക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് ആലോചന പറഞ്ഞു തരുമ്പോൾ അതിൽ ആഴപ്പെടുവാനായിട്ട് എപ്പോഴും ഇടയാണ്. റോമാലേഖനം 8:26 വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടെന്ന് എങ്ങനെയെന്ന് പോലും ഞാൻ അറിയുന്നില്ല, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അവർണ്ണനീയ നെടുവീർപ്പുകളോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവാത്മാവ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകുമ്പോൾ പ്രാർത്ഥന ജീവനുള്ളതായി രൂപാന്തരപ്പെടും. യാമങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ട പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാൻ അതുവഴി ദൈവാത്മാവിൻ്റെ ശക്തി അനുഭവിക്കുവാനും ഒക്കെ ആയിട്ട് സാധിക്കും. കർത്താവ് ഗെത്സമൻ തോട്ടത്തിൽ 113 മുതൽ 117 വരെയുള്ള 118 വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ധ്യാനിച്ചത്, വായിച്ച് ധ്യാനിക്കുകയാണ്. ആ സങ്കീർത്തനങ്ങളിലൂടെ കർത്താവ് കടന്നു പോവുകയാണ്. അതുപോലെ ഓരോ യാമങ്ങളിലും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ചൈതന്യം നൽകുന്നുണ്ട്. അതിന് ഇടയാകട്ടെ. ഒരു പ്രാർത്ഥനാ മനുഷ്യന് എന്നും വിജയിക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥന നിർത്തിയിട്ടുള്ള അനേകരുണ്ട്. പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുക. കാരണം ശത്രുവായ പിശാച് പ്രാർത്ഥിക്കാത്തവരെ വീണ്ടും അവൻ്റെ അധീശത്വത്തിലേക്ക്, അധീനതയിലേക്ക്, അധികാരത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവമാണ്. പ്രാർത്ഥിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് ഭയമാണ്. ആ പിശാചിനെ പേടിക്കുവാനായിട്ട് ആരെയും ദൈവം അനുവദിക്കുന്നില്ല. എബ്രായർ 2:15 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ മരണത്തിൻ്റെ അധികാരി പിശാചാണ്. അങ്ങനെ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ കർത്താവ് ഇല്ലായ്മ ചെയ്യുകയും ആയുഷ്കാലം മുഴുവനും മരണഭയത്തിലിരുന്നവരെ മോചിപ്പിക്കുവാനുമായിട്ടാണ് കർത്താവ് വന്നത്. അങ്ങനെ മരണഭയത്തിലിരിക്കുന്ന മനുഷ്യരെ മുഴുവനും പരിപൂർണമായും മോചിപ്പിച്ച് അയക്കുവാൻ തക്കവിധം ദൈവത്തിന് തൻ്റെ പ്രാർത്ഥന വഴി സാധിച്ചു, തൻ്റെ ബലി വഴി സാധിച്ചു, തൻ്റെ ജീവിതം വഴി സാധിച്ചു എന്നുള്ളത് നാം അറിയുമ്പോൾ നാം പിശാചിനെ ഭയപ്പെടുന്നവരാണോ? മരണത്തെ ഭയപ്പെടുന്നവരാണോ? നമ്മുടെ ജീവിതത്തിൽ പിശാചിനെയും മരണത്തെയും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിശ്ചയമായും യഥാർത്ഥ വിശ്വാസി ആയിട്ടില്ല എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥനാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവരാജ്യത്തിൽ ദൈവമകനായി ദൈവമകളായി നിലനിർത്തപ്പെടുന്നുവെന്നും ദൈവത്തിൻ്റെ പദ്ധതിക്കായി അവൻ ഈ ലോകത്തിലായിരിക്കുന്നുവെന്നും ദൈവം തന്ന നന്മകളെ ഓർത്ത് നന്ദി പറയുവാനും സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇടയാകുമ്പോൾ ദൈവമഹത്വം അവൻ വഴി പ്രഘോഷിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധി അവൻ പ്രാപിക്കുവാനും ഒക്കെ ആയിട്ടിടയാകും. ദൈവം മാത്രമേ പരിശുദ്ധനുള്ളൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അല്ലാതെ പരിശുദ്ധനില്ല എന്ന് നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മിൽ വന്ന് വസിക്കുകയാണ്. 1 പത്രോസ് 1:15-16 വചനങ്ങളിൽ ഇപ്രകാരം പരിശുദ്ധനായിരിക്കുന്ന പത്രോസ്ലിയ പറയുന്നു, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും സകല കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിൽ പരിശുദ്ധിയോടെ നിവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെ പ്രത്യാശിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കുറവുകളെയും പ്രാർത്ഥന വഴി അതിജീവിക്കുവാനായിട്ട് ഇടയാകട്ടെ. ഏവർക്കും ദൈവികമായ സാന്നിധ്യം ലഭിക്കുവാനും ദൈവത്തിൻ്റേതായ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും ഇടയായി തീരട്ടെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ നിയമലംഘനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ ആത്മാവിലേക്ക്, അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സകല തടസ്സങ്ങളും ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധമായ തടസ്സങ്ങളെയും ഞങ്ങൾക്കറിയാം. പരിശുദ്ധ കുർബാനയിലേക്ക് വരുവാൻ തക്കവിധം ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധമായ തടസ്സങ്ങളെയും ഞങ്ങൾ അറിയുന്നു. ഇത് എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കണമേ. ഞങ്ങൾ അശുദ്ധ ശക്തിയുടെ കരവലയത്തിലായിരുന്നു, എന്നാൽ ഞങ്ങളെ അവിടുന്ന് വീണ്ടെടുത്തതാണ്. വീണ്ടും അശുദ്ധ ശക്തിയുടെ കരവലയത്തിലേക്ക് അവൻ പല മോഹങ്ങളിൽ ആകർഷിച്ച് ഞങ്ങളെ
അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരവസരത്തിൽ അങ്ങയുടെ വിശുദ്ധ കുർബാനയിലേക്കും അവിടുത്തെ വചനത്തിലേക്കും അവിടുത്തെ പ്രാർത്ഥനയിലേക്കും ഞങ്ങൾ വരുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് കഷ്ടതകളും പീഡകളും സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ദൈവം അവൻ്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒരുവൻ മാറി വ്യത്യസ്തപ്പെട്ട മാർഗങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നാൽ അശുദ്ധ ശക്തിയുടെ പിടിയിൽ നിന്ന് ദൈവത്തിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, വിശുദ്ധ വചനം ശ്രവിക്കുന്നതിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക് ഒക്കെ വരുമ്പോൾ അശുദ്ധ ശക്തി നമ്മെ പീഡിപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സ്വഭാവവും പിശാചിൻ്റെ സ്വഭാവവും വ്യത്യസ്തമായി തിരിച്ചറിയുവാനുള്ള ഒരു അനുഭവമാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവമേ, എന്ത് വില കൊടുത്തും അവിടുത്തെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് യോഗ്യത നൽകണമേ. നല്ല പ്രാർത്ഥന ചൈതന്യമുള്ള ജീവൻ നയിക്കുവാനായിട്ട് ഇടയാക്കി തീർക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥിക്കുവാൻ തടസ്സപ്പെടുത്തുന്ന, പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിന് തടസ്സപ്പെടുത്തുന്ന, പരിശുദ്ധ വചനം, ദൈവവചനം ഉൾക്കൊണ്ട് ജീവിക്കുവാനായിട്ട് തടസ്സപ്പെടുത്തുന്ന ശക്തികളെ പരിപൂർണമായും നിഷ്കാസനം ചെയ്യണമേ. അവിടുത്തെ വചനമയച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അനേകം പേരെ സുഖപ്പെടുത്തി അത്ഭുതമെന്ന് വിളിക്കപ്പെട്ട അവിടുന്ന് ഞങ്ങളെ നല്ല പ്രാർത്ഥന ചൈതന്യമുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തണമേ. എല്ലാവിധമായ ആത്മീക രഹസ്യങ്ങളും തിരിച്ചറിയുവാൻ തക്കവതോടെയാക്കി തീർക്കണമേ. ഞങ്ങളുടെ മനോനയനങ്ങളെ പ്രകാശിപ്പിച്ച്, ഞങ്ങളെ ശുദ്ധീകരിച്ച്, ഞങ്ങളെ ശക്തീകരിച്ച് നല്ല പ്രാർത്ഥനാ ചൈതന്യമുള്ളവരാക്കി ഞങ്ങളെ നിലനിർത്തണമേ. ഞങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അങ്ങയെ അനുഭവിക്കുവാൻ തക്കവതോടെയാക്കി തീർക്കണമേ. അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച്, പക്ഷേ പല വിഷയങ്ങൾക്കും ഞങ്ങൾക്ക് യാതൊരു മറുപടിയും ലഭിച്ചില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന അനേകം പേർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ദൈവമേ, അവിടത്തേക്ക് അസാധ്യമായ ഒന്നുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനേകം അത്ഭുതങ്ങളെ ചെയ്തിട്ടുള്ള ദൈവമാണ്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഒരു അത്ഭുതമാക്കി തുടർന്നും രൂപാന്തരപ്പെടുത്തുവാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ വചനമയച്ച് സുഖപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിനെ നൽകി ശക്തീകരിക്കണമേ. പരിശുദ്ധ കുർബാനയുടെ അനുഭവത്തിൽ ഞങ്ങളെ ഒന്ന് സ്ഥിരപ്പെടുത്തണമേ. പിശാചിനോട് യുദ്ധം ചെയ്യുവാനായിട്ടുള്ള ശക്തി ഞങ്ങളെ അണിയിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരെയും വ്യക്തിയായി, കുടുംബങ്ങളായി, സഭയായി, സമൂഹമായി അവിടുന്ന് സമ്പൂർണമായും പ്രാർത്ഥനാ ചൈതന്യമുള്ളവരാക്കി രൂപാന്തരപ്പെടുത്തണമേ. സ്വർഗരാജ്യം ഭൂമിയിൽ യാഥാർത്ഥ്യവൽക്കരിക്കപ്പെടുവാൻ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും വഴി ഇടയാകണമേ. ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. അഗ്നിമാ